വൈകുന്നേരം എത്താത്തിനും കൂടെ ഓളെ വണ്ടി ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി വന്നത്. അങ്ങനെ അതിന് സോപ്പൊക്കെ തേച്ച് കുളിപ്പിക്കുകയാണ്. അപ്പം ഞങ്ങളൊന്ന് അപ്പുറത്തേക്കൊന്ന് മാറി നിന്ന് കുളിക്കല്ലേ. അങ്ങനെ കുറച്ചൊരു അവിടുത്തെ ഫാൻ്റെ കാറ്റും കൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മളെ വണ്ടി കൊണ്ട് ക്ലീനായി കിട്ടി ഗൈസ്. അങ്ങനെ അതിന് പെട്രോളൊക്കെ അടിച്ച് വരുമ്പോഴാണ് നമ്മൾ ആന കാണുന്നത്. നമ്മളടുത്ത് കൂടി ആന പോയി ആ കാറ് മറിച്ചിട്ടോ എന്തോ. അങ്ങനെ നേരെ നമ്മൾ ഫറൂഖ് കോളേജിൽ പോയി ഹൈറത്താത്തനും വിളിച്ച് നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തി രാത്രി ആകുമ്പോഴത്തേക്ക് ഫുഡൊക്കെ കൊടുത്ത് 2 മക്കളും കിടത്തി ഉറക്കേണ്ട ശേഷം ഞങ്ങൾ നേരെ 10:15 മൂവി കാണാൻ വേണ്ടി ഇറങ്ങിട്ടോ. കുറേ ദിവസം ഈ മൂവി കാണാൻ പറഞ്ഞിട്ട് ഇന്നാണ് കാണാൻ പോണത്. തൊട്ടടുത്ത് തന്നെ മല്ലിക ഉള്ള. അപ്പം അങ്ങനെ നേരെ മല്ലികയിൽ പോയി ടിക്കറ്റൊക്കെ എടുത്തിട്ടോ. തൊണ്ടവാൻ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് സൗണ്ടിൽ ചെറിയൊരു പ്രശ്നം കേട്ടോ. ഏത് മൂവിയാണ് കാണാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ DSRA എന്ന് പറഞ്ഞ പ്രണവ് മോഹൻലാലിൻ്റെ മൂവി ഉണ്ടല്ലോ. അപ്പോൾ കുറേ ഹൊറർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ. അത് DSRA എന്നാണോ DSRA എന്നാണോ എന്നുള്ള കൺഫ്യൂഷനിൽ ഞങ്ങൾ ഗൂഗിൾ നോക്കിയപ്പോൾ രണ്ടും പറയുന്നുണ്ടോ പറയുന്നത്. എന്തായാലും നമുക്ക് DSRA തന്നെ പറയാം. അങ്ങനെ സിനിമ തുടങ്ങി നല്ല കോമഡി ഉണ്ട്. ഇടയ്ക്ക് പേടിക്കുന്ന സ്ഥലത്തൊക്കെ എനിക്ക് ചിരിയൊക്കെ വന്നിട്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്കും അങ്ങനത്തെ കാര്യം കഥ പ്രത്യേകിച്ച് ഒന്നുമില്ല. പെട്ടെന്ന് ഇങ്ങനെ വന്ന് പേടിപ്പിക്കുന്ന പ്രായത്തില്ല. അങ്ങനെയുള്ള 2-3 എണ്ണമല്ലോ കേട്ടോ ഹൊററായിട്ടുള്ളത്. ബാക്കിയൊക്കെ കുറച്ച് കോമഡിയാണ്. ലാസ്റ്റ് സീൻ നല്ല കോമഡി കേട്ടോ. ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് നേരെ ഇനി വീട്ടിലേക്ക് പോവാണ്. എനിക്ക് തോന്നുന്നുണ്ട് സെക്കൻഡ് പാർട്ട് വന്നാൽ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും സ്റ്റോറി എന്താണെന്നുള്ളത്. ഇതിൽ ഫസ്റ്റ് തന്നെ പറയുന്നത് ശരിക്കും നടന്ന സംഭവമാണ് കേട്ടോ. അങ്ങനെ അതിനൊക്കെ പറ്റി ഞങ്ങൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോടുക. ഓക്കെ ബൈ.